പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ദുർഘടമായിട്ടുള്ള വഴികളാണ്. ഇത് കൂടെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇതിട്ടിട്ട് വെള്ളത്തിൽ ചാടാതെ വിചാരിച്ചു. ഇവിടെ നെക്ലസ് ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എൻ്റെ മുടി എല്ലാം കിടന്ന് കുരുകുവാണ്. ഹലോ ഫ്രണ്ട്സ്, ചെയ്യുന്നതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് നിർത്തിയ സ്ഥലത്താണ്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ഇവിടെ വന്നു. ഈ ഒരു വിച്ച് റിവർ ഈസ് ദിസ് ബ്രോ? സംസാങ് റിവർ. വിച്ച് പ്ലേസ് ഈസ് ദിസ്? സോറി, ഐ ഫോർഗോട്ട്. ബാഗ്ബറ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ് ബാഗ്ബറ എന്ന് പറയുന്നത്. അപ്പോൾ ബാഗ്ബറ എന്ന് പറയുന്ന സ്ഥലത്ത് ബോർഡറിൻ്റെ തൊട്ടടുത്തായിട്ട് സംസാറ എന്ന് പറയുന്ന ബീച്ചിൻ്റെ അടുത്തുള്ള സംസാറ ബീച്ച്. അപ്പോൾ സംസാറ എന്ന് പറയുന്ന റിവറിൻ്റെ അടുത്തുള്ള സംസാറ ബീച്ചിൽ വന്ന് ഇന്നലെ ക്യാമ്പ് ചെയ്തു. രാത്രി ഇവരുടെ കൂടെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാണാത്തവർക്ക്. അപ്പോൾ ഇനി എൻ്റെ ടെൻറ്റ് ഈ കാണുന്നതാണ്. ഇവരെല്ലാം പാക്ക് ചെയ്യാണ്. ഇവിടുത്തെ 6ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഇവരെന്തിനാണ് ഇവിടെ വന്നത്, അതിൻ്റെ കാരണമൊക്കെ. അപ്പം ഞാൻ എൻ്റെ ടെൻറ്റും കൂടെ ഇനി പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രാവിലെ എണീറ്റിട്ട്, സോറി ഇതല്ല കേട്ടോ, ഈ കാണുന്നതാണ് എൻ്റെ ടെൻറ്റ്. ഇനി താണ്ട ഈ കാണുന്നതെല്ലാം ഊതി വീർപ്പിച്ചതെല്ലാം തിരിച്ച് കാറ്റ് കളയണം. എന്നിട്ട് ഈ ബാഗിൻ്റെ അകത്ത് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ പല്ലൊന്നും തേച്ചിട്ടില്ല. പല്ലിക്കാൻ വേണ്ടി 2-3 ദിവസമായി ബ്രഷ് അനങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി പല്ലൊക്കെ തേക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്തോട്ട് പോകണം. ഇവരേൽ കളിക്കാൻ ഇതൊക്കെ ഉണ്ടല്ലോ. Whose toy is this? You are sleeping with this? No, I buy from here. Okay, nice. Okay. ഇവരുടെ സാധനങ്ങൾ കണ്ടില്ലേ, ഇവര് കുറേ ടെൻ്റ് ഉണ്ട്. ഇവരെല്ലാം താണ്ട് ഇവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. നൈസ്. ബ്രോന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് ഈ ടോയും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്നതാണ് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ. ഹായ്, ഇത് നൈസ്. ഇത് കൊള്ളാം. സോ ഇനിയിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഞാനിതിലൂടെ എൻ്റെ സ്ഥലമെല്ലാം പാക്ക് ചെയ്തു. എൻ്റെ കാൽപ്പാടുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. താണ്ടെ ബാഗിലെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൂണില്ലായിരുന്നു. ഫുഡിൻ്റെ ആവശ്യത്തിനായിട്ട് സ്പൂൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ബ്രോ സ്പൂൺ ഉണ്ടാക്കി തന്നു. ബ്രോയാണ് അവിടെ നിന്ന് സ്പൂൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ സാധാരണ സ്പൂണില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ആക്കുന്നത്. ഇത് സ്പൂൺ രൂപത്തിൽ ബ്രോ ഉണ്ടാക്കുവാണ് കേട്ടോ. നൈസ് ബ്രോ, താങ്ക് യു സോ മച്ച്. മിത്തിലേ ഓ, എല്ലാം പാക്ക് ചെയ്തു. ഞാനിതുകൊണ്ട് അവിടെ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവർ മാഗിയുടെ ന്യൂഡിൽസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റൈസും ഉണ്ട് ഇവിടെ. റൈസ് മാത്രമേ ഉള്ളൂ, കറി ഇല്ല കേട്ടോ. കറി ആകെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം പ്ലാൻ ആലോചിക്കാൻ. ബ്രോ പറഞ്ഞു ബ്രോ എന്നെ ഏതോ ഒരു വാട്ടർഫാളിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും. വയറിഞ്ഞു അയ്യോ കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് എനിക്ക് അണിയിച്ചു തരാമെന്ന് പറഞ്ഞു. ട്രഡീഷണൽ ഡ്രസ് നെയിം? വാട്ട് യു വിൽ കോൾ ഫോർ ദിസ്? This one is Rekan. Rekan. This one is Rekan. Rekan. This one is Malam. And അവിടെ ഒരു ഷീൽഡ് വന്നല്ലോ. ഷീൽഡ് സെപ്പി. ഓ, ഇതിന് തന്നെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. വിചാരിക്കുന്നത് ബ്രോ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ഇത് തടിയിലാണ്. പിന്നെ കോഴിപ്പൂവ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് തലയിൽ വെക്കാനുള്ള. ഡൊമേ. This for head. Which is made by hen. Okay. This is for head. Yeah. Okay, തലയിൽ വെക്കാനുള്ള സംഭവമാണ്. ഇത് കോഴിപ്പൂവല്. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറ്റാൻ പോവാണ്. എന്നിട്ട് ഇതൊന്നും ഇടട്ടെ. ഇത് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ കോയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കോയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മുടി കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ ഗാരോ വാരിയേഴ്സ് മുടിയൊക്കെ വെച്ച് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ്ട് എനിക്ക് ഇതാണ്ട് ഇവിടെ ഡ്രസ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടില്ലേ. ഞാൻ നിക്കർ ഇട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം അഴിച്ചു കേട്ടോ.
കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇവരുടെ ഫെസ്റ്റിവലൊക്കെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. പക്ഷെ അതെല്ലാം മിസ് ചെയ്തു. ഞാൻ മിസ് ചെയ്തു കേട്ടില്ല. ഇവരുടെ ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ നാഗാലാൻഡിൽ പോയപ്പോൾ തന്നെ പല സ്ഥലത്തും അവരുടെ ട്രൈബിൻ്റെ ഈ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ തന്നെ നല്ല വിലയായിരുന്നു. നാട്ടിലെ അവർ ഇത് ഇവിടെ വെച്ചത് എന്തോ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ നടക്കാമെന്ന് തോന്നുന്നു. ഭയങ്കര ഫ്രീ ഫുഡ് കൊടുത്ത് അടിപൊളിയായിട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി തോന്നുന്നു എനിക്ക്. അടുത്ത ഇവിടെ നെക്ലസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ന്യൂ കിങ് ഇവിടെ രാജാവിനെ പോലെ ആക്കുവാണല്ല. ഗരോ വരിക. നെക്ലസ് കൊണ്ട് അടിയാൻ വേണ്ടി പോവാണ്. ഇവിടെ നെക്ലസ് ഇട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. എൻ്റെ മുടി എല്ലാം കിടന്ന് കുരുകുവാണ്. ഇറ്റ്സ് ഫൈൻ റൈറ്റ്? Oh, 2 necklaces. No, you have to wear many. ഓ കുറേ നെക്ലസ് ഉണ്ട് കേട്ടോ. കുറേ നെക്ലസ് ഒക്കെ ഇവർ അടിയിപ്പിക്കാൻ വേണ്ടി പോവാണ്. We will wear 3 for you. ഓക്കെ, താങ്ക് യു. എനിക്ക് 3 നെക്ലസ് ഇവർ അടിയാൻ വേണ്ടി പോവാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ഭയങ്കര ഒരു എന്തോ ഒരു വാരിയറിനെ പോലെ തോന്നുന്നു. അതിൽ എൻ്റെ ഡ്രസ്സ് എല്ലാം കറക്റ്റായി. ഇതുകൂടെ അവർ ഇവിടെ കെട്ടി തന്നു കേട്ടോ. ഇത് സത്യത്തിൽ സ്ത്രീകൾ കെട്ടുന്ന സംഭവമാണ്. വാട്ടർ ബോട്ടിൽ, ഇവരുടെ ട്രഡീഷണൽ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ട്രഡീഷണൽ വാട്ടർ ബോട്ടിൽ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ല നെക്ലസ് ഒക്കെ കുറേ ഉണ്ട്. ഈ നെക്ലസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ആചാരം അനുസരിച്ച് ഹെഡ് ഹഡേഴ്സ് ഇടുന്നതാണ്. ഇവർ തല വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഈ നെക്ലസ് പരിരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നെക്ലസ് ഇടാൻ പറ്റും അത്രത്തോളം നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ ദാണ്ട് ഈ കത്തി, ഈ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ദാണ്ട് ഇതൊക്കെ ഉണ്ട്, വാരിയേഴ്സ് ഉപയോഗിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വിശ്വാസം എന്ന് പറയുമ്പം ഹെഡ് ഹഡേഴ്സ് ആയിട്ടുള്ള ആണുങ്ങളെ ദേഹത്ത് വന്നിട്ട് ഇതാരെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ പൊട്ടിച്ചാൽ ആ ആണിനെ പിന്നെ ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. കണ്ടില്ലേ കമ്മലൊക്കെ ഇട്ടു. കമ്മൽ എനിക്ക് ഇവിടെ ഹോളില്ലാത്തതുകൊണ്ട് എൻ്റെ മുകളിലാണ് ഇവിടെ സ്ഥിതി കേട്ടോ. അടിപൊളി കേട്ടോ. ഭയങ്കര രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ലൂസ്. ലാല് ദാണ്ടേ അവരുടെ ഹെഡ് ഹോട്ടേഴ്സ് കിങ്ങിൻ്റെ സംഭവം എല്ലാം അழிഞ്ഞു. എത്രത്തോളം ഹെഡ് വെട്ടാൻ പറ്റുമോ, എത്രത്തോളം തല വെട്ടാൻ പറ്റുമോ അവർ കിങ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈക്ക് അടിപൊളി കേട്ടോ. ബ്രോ എനിക്ക് പഠിപ്പിച്ചതാ. ഇത് വെയിറ്റ് ആണ് കേട്ടോ സംഭവം. ഇത് കൊണ്ട് ഇതിലേക്ക് ആക്കുന്നത് ഭയങ്കര പാടാണ്. ഇത് നല്ല മൂർച്ച ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല മൂർച്ച ഉണ്ട് കേട്ടോ. You take his bro. Yeah, you say? You just follow me, okay? Okay. Amaraka! Amaraka! Aparaka! Aparaka! Ambiraka! Ambiraka! Away! എന്റെ തൊട്ടേക്ക് പോകുന്നു. അടിപൊളി കേട്ടോ. ഗാരോന കേരള പുള്ളിക്കാരൻ എന്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഗാരോ എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നമ്മിങ്ങാമ പുള്ളിക്കാരന്റെ കയ്യിൽ മറ്റേ കരിക്കൊക്കെ ഉണ്ട് കേട്ടോ. India ni കേരള. നമുക്ക് പുള്ളിക്കാരൻ ഇവിടെ എന്തോ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ മറ്റേ കള്ള് അങ്ങനത്തെ സാധനം എന്തോ പോലത്തെയാണ്. തെഡു എന്നാണ് പറയുന്നത്. അപ്പൊ കേഡു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് നാരങ്ങ പോലത്തെ ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ്ട് ഇത് മുറുക്കിയാണ്. നോക്കട്ടെ. എൻ്റെ കേട്ടോ തലയിലെ കോഴിപ്പൂ കണ്ടില്ലേ? അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഈ കമ്മലൊക്കെ ഇട്ട് അടിപൊളി കേട്ടോ. ഭയങ്കര എന്തോ ഒരു ഭയങ്കര അടിപൊളി ഫീലിങ്. ഇതൊന്ന് അരിഞ്ഞു നോക്കട്ടെ. എനിക്ക് കൊതിയാവുന്നു കേട്ടോ അത് അതിൻ്റെ ഇത് വീഴുമ്പോൾ. നമ്മുടെ കരിക്കൊക്കെ ആക്കുന്നത് പോലെ തന്നെ കണ്ടില്ലേ? മുകളിൽ ചെത്തിയിട്ട് പിന്നെ ഏതാണ്ട് സൈഡ് ഇങ്ങനെ അരിയണം. അങ്ങനെ എന്തോ ആണ് കേട്ടോ. കണ്ടില്ലേ? ഓ അതിന്റെ സൈഡ് ഫുള്ള് അരിഞ്ഞിട്ടാണ് അത് എടുക്കുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓ ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഗുഡ് ഓവർ. ഇത് കൊള്ളിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. കേടായ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് എന്തോ അച്ചാറോ അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. ഇതിനെതാണ്ട് വീണ്ടും അവര് രണ്ടായിട്ട് താണ്ടെ മുറിച്ച്. കണ്ടില്ലേ? ഇതിന്റെ അകത്തുള്ള ഈ സാധനമാണ് കഴിക്കുന്നത് സംഭവം.
So this one we have to mix with salt. ഇത് അവർ സാൾട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. How was that? സോർ, Yeah. ഒരു നാരങ്ങ പോലത്തെ ടേസ്റ്റ്, പക്ഷേ കയ്പുണ്ട് കേട്ടോ. വായിൽ ആദ്യം വെച്ചപ്പോൾ എന്തോ പോലെ കേട്ടോ. Mesenga, we call it mesenga. Soul means mesenga. മെസ്സിങ്ങാ ഭയങ്കര ഇത് കേട്ടോ. ഓ മതിയായി. അവിടെ നിന്ന് അവരുടെ ക്യാമ്പും എല്ലാം മാറ്റി കേട്ടോ. നമ്മൾ സാധനമെല്ലാം താണ്ടെ ഈ കാണുന്ന ക്യാമ്പർ വാനിൽ താണ്ടെ എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മോ, ലാല് തളർന്ന് ഉപ്പാട് വന്നു കേട്ടോ. ഇത്രയും നേരം അവിടെ നിന്ന് ചുമടെടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കായിരുന്നു. ഇത്രയ്ക്ക് ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ താണ്ടെ അല്ലാതെയായിട്ട് എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾ താണ്ടെ പോവുകയാണ് കേട്ടോ. ഞാൻ പുറകിൽ കയറി, സ്ഥലമില്ലാത്തതുകൊണ്ട് പുറകിൽ കയറി, എൻ്റെ ബാഗിലെ പുറകിൽ കയറ്റി ഇതിലേക്കൂടെയാണ് പോണേന്ന് തോന്നുന്നു. അല്ല, അതിലേക്കൂടെ കറങ്ങിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തോട് വിട പറയുകയാണ്. ഇവിടെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ജനുവരി 26 ഇവിടെ പ്രോഗ്രാം ഉണ്ട്. രാവിലെ പോലീസിൻ്റെയും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിൻ്റെ പരേഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അവരുടെ ഗാരോടെ പരിപാടിയെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. റിപ്പബ്ലിക് ഡേ പരിപാടി ഒഫീഷ്യലായിട്ട് നടക്കുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ്മതി റിവറിനോട് ബൈ പറയാണ്. സോറി, സംസാങ് റിവറിനോട് ബൈ പറയാണ്. ബൈ ബൈ ബ്രോ, സേ ബൈ ബൈ. ഓ, നമ്മുടെ വണ്ടി മുകളിലോട്ട് കയറുവാണ് കേട്ടോ. എൻ്റെ ബാഗൊക്കെ ദാണ്ടെ ഇവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ബാഗ് വീഴും. കണ്ടില്ലേ, ഇത് നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ ഇത്രയും വൈഡായിട്ടുള്ളൊരു റിവറാണ് നമ്മുടെ സംസാങ് റിവർ. പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ടാണ് അവിടെ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. അങ്ങോട്ട് കുറച്ച് പോയാൽ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ബംഗ്ലാദേശാണല്ലോ. വണ്ടി ഞങ്ങളുടെ ബ്രോയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ മറ്റേ ബ്രോയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ബ്രോയുടെ വീട്ടിൽ ഞാൻ ബാഗൊക്കെ വെക്കാൻ വേണ്ടി പോവാണ്. ബ്രോ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റിലും എവിടെ കൊണ്ടുപോകണേ. അപ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്ലാൻ പറഞ്ഞു, ഇവിടെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഏത് വാട്ടർഫോളിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ, ബാഗ് വെക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചത് വണ്ടി കയറി നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പോവാണ്. ഓക്കെ ബ്രോ, ബൈ ബൈ. Bye-bye. ബൈ ബൈ. ഓക്കെ, yeah, see you later from somewhere bro. Okay, thank you. Good luck. Bye. Okay. Good luck, brother. Okay. Have a safe journey. Yeah. So അവര് പോവാണ് കേട്ടോ. ഓക്കെ, സോ ഞങ്ങളിനി വി ആർ ഗോയിങ് ടു മാർക്കറ്റ് റൈറ്റ്. നമ്മളിനി മാർക്കറ്റിലോട്ടോ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ അവരിനി സാധനങ്ങളും കൊണ്ട് അവരുടെ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിനി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പോകുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് വി ആർ ഗോയിങ് ടു വാട്ടർഫോൾ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ്. ഇവിടെ അഗ്രികൾച്ചർ കൂടുതൽ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അഗ്രികൾച്ചർ അത് നമ്മുടെ ടൗണിലോട്ട് പോകുന്നതാണ്. ഇതിലേക്കൂടെ പോയാൽ നമുക്ക് ബംഗ്ലാദേശിലോട്ട് പോകാം ബൈ റോഡ്. ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി ഇതാണ്ട് ഇവിടെ മാർക്കറ്റിൽ വന്നു കേട്ടോ. ഇത് ഷെയർ ടാക്സിയാണ്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാർക്കറ്റ് കണ്ടില്ലേ, ഫുള്ള് പച്ചക്കറിയും പച്ചില അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. ഇവിടെ മുഴുവൻ ആളുകൾ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സെയിം ഓട്ടോ ആണ് കേട്ടോ. ഇവിടെ മുഴുവൻ ഓട്ടോറിക്ഷകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, തക്കാളിയും ഉള്ളിയും ക്യാബേജും എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ റോഡ് സൈഡിലിട്ട് വിൽക്കുന്നുണ്ട്. ചൂലും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതാണ് ബസാർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉൾഭാഗത്തൂടെ പോവുകയാണ് കേട്ടോ. ഇവിടെ പച്ചക്കറികൾ മാത്രമല്ല, ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടും. ബ്രോ ഇവിടെ മെമ്മറി കാർഡ് എന്തോ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്, പിന്നെ എള്ളുണ്ട, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല, ഇവരുടെ മെയിൻ കാര്യമായ ബെറ്റൽ നട്ട്, നമ്മുടെ അടക്ക ഇവിടെ ധാരാളം കാണാൻ പറ്റും. അടക്ക എന്ന് പറയുമ്പോൾ ഇവിടത്തുള്ള എല്ലാ ആളുകളും കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഓറഞ്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. എത്ര എന്ന് ചോദിക്കാം. ഇത് പ്രൈസ് 100. ഓ, ഇത് ഇത്രയും 100 രൂപയാണ് കേട്ടോ അവർ പറയുന്നത്. നല്ല റേറ്റാണ് കേട്ടോ.
ഇവിടെ കണ്ടില്ലേ നമ്മുടെ ചേര മീൻ പാവിനെ പോലെ ഇരിക്കുന്നത് കേട്ടോ. അത് ഏഴിൽ കാണുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ എന്താ പോലെ. ഇവിടെയും ആ ടൈപ്പ് മീനുകളാണ് കേട്ടോ വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇവിടെ ഫുള്ള് വലിയ വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ, തീരുന്നില്ല. ഒരു സ്ക്വയർ പോലെ നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ. കൂടുതലും വെജിറ്റബിൾസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ് ലോട്ടറി ടൈപ്പായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇവർ കാശ് കൊടുത്ത് ഇതെന്തോ ബുക്ക് ചെയ്യും. അപ്പോൾ എന്നിട്ട് വൈകിട്ടാകുമ്പോൾ അതിൻ്റെ ടൈം ആകുമ്പോൾ ഇവർ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ അവരുടെ ആ നമ്പർ ഇതിൽ എഴുതിയിടും കേട്ടോ. അങ്ങനെ അവർക്ക് പ്രൈസ് അതിൻ്റേത് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഇതിവിടുത്തെ നമ്മുടെ ലോക്കൽ ലോട്ടറിയാണ് മേഘാലയയിലെ. സംഭവം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മാർക്ക് ബ്രോയുടെ അടുത്ത് ചോദിച്ചായിരുന്നു. ബ്രോ പറഞ്ഞതെന്ന് പറയുമ്പോൾ 10 രൂപ മുതൽ നമുക്ക് എത്ര രൂപ വേണോ അവർക്ക് കൊടുക്കാം. അപ്പോൾ സപ്പോസ് 10 രൂപയാണ് കൊടുക്കുന്നത്. 10 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 400 രൂപയാണ്. അപ്പോൾ കൂടുതൽ പ്രൈസ് കൊടുത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എഴുതിയിടും. അപ്പോൾ ഇപ്പോൾ ഞാൻ സപ്പോസ് 100 രൂപ കൊടുത്തിട്ട് 1 തൊട്ട് 100 വരെ ഉള്ള നമ്പറിൻ്റെ അകത്ത് ഏതെങ്കിലും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 50 പ്രെഡിക്റ്റ് ചെയ്യും. ചിലപ്പോൾ 50 ആയിരിക്കും വിന്നറെങ്കിൽ എനിക്ക് ആ 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എത്ര കിട്ടും അത്രയും രൂപ എനിക്ക് കിട്ടും. അപ്പോൾ ഇതൊരു പ്രഡിക്ഷൻ വെച്ചുള്ള ഒരു മത്സരമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെയും അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് 93, സെക്കൻഡ് പ്രൈസ് 80 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മിക്ക സ്ഥലത്തും അങ്ങനെ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. ഇതെല്ലാം ഓരോ ഷെയർ ടാക്സികളാണ്, ഓരോ സ്ഥലത്ത് പോകുന്ന ടാക്സികളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ വണ്ടികളാണ് ഈ കാറൊക്കെ. അല്ലാതെ ഒമിനി അല്ലാത്ത ടെമ്പോളെല്ലാം ഇവിടെ ടൗണിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഓരോ വില്ലേജിലൊക്കെ പോകുന്ന ഓരോ ട്രാൻസ്പോർട്ടാണ്. ലോട്ടറിയുടെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പ്രഡിക്ഷൻ അവർ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഇതിനെ പറയുന്നത് ടീർ എന്നാണ്, ടീർ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഷില്ലോങ്ങിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഷില്ലോങ്ങിൽ നിന്ന് റിസൾട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോൾ അത് 4 മണിയാവും. അപ്പോൾ 4 മണിക്കാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഷില്ലോങ്ങിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സെൻറ്റർ. അപ്പോൾ മേഘാലയയുടെ ക്യാപിറ്റലിൽ വെച്ചാണ് അങ്ങനെയുള്ള എന്തോ ആ ഒരു പ്രഡിക്ഷൻ റിസൾട്ട് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഇതാ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോകായിരുന്നു. കുറച്ച് നേരമായിട്ട് വിശ്രമമായിരുന്നു. അപ്പോൾ നമ്മുടെ മാർക്ക് ബ്രോയുടെ സിസ്റ്ററുണ്ട്. ഹായ് ഹേയ് ഹായ് നമ്മിങ്ങമ്മ. ഭയങ്കര നാണമാണ് കേട്ടോ അവള്. അതാണ്ട് എനിക്ക് വേണ്ടി ഇവിടെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരുടെ ഫുഡൊക്കെ എന്താണെന്ന് അറിയാം. നോർത്ത് ഈസ്റ്റിൽ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ സ്ഥലത്തും മെയിൻ റൈസാണ്, പിന്നെ എഗ്ഗ്, പിന്നെ നമ്മുടെ ബ്രിഞ്ചലുണ്ട്. അപ്പോൾ ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുമാത്രമല്ല ദാലും വേറൊരു ഐറ്റം കറിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു അടുക്കളയുടെ സെറ്റപ്പ്. ഇതൊരു റെൻറ്റഡ് ഹൗസാണ്. ഈ ഒരു ഇത്രയും പ്രോപ്പർട്ടിക്ക് വിത്ത് അതാണ്ട് വെളിയിലുള്ള സ്ഥലങ്ങൾ എല്ലാത്തിനും 1500 രൂപ മാത്രമേ റെൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ 2 ബെഡൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മളിനി നേരത്തെ പറഞ്ഞില്ലേ വാട്ടർഫാളിലോട്ട് പോവുകയാണ്. അപ്പോൾ വാട്ടർഫാളിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ബാഗിൽ എൻ്റെ ടവല് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് എൻ്റെ ജാക്കറ്റ്, ഞാൻ ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഡക്കാത്തലോണിൽ നിന്ന്. സോ ഇതിന് 2000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇത് കൂടെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇല്ല ഇതിട്ടിട്ട് വെള്ളത്തിൽ ചാടാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വെള്ളത്തിൽ ചാടണം, കുളിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിട്ടിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര ഡീപ്പ് ഉണ്ടെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് നീന്താൻ പറ്റിയില്ലെങ്കിൽ വിഷമാവും. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ചാടാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാർക്ക് ബ്രോയും ബ്രോയുടെ ബ്രദറും ഉണ്ട്. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഊപ്പർ കിഷ്കുപ്പർ. ഓക്കെ ഓക്കെ എനിവേ സോ പിടിച്ചോ. ഓക്കെ, അവൻ സൈക്കിളൊക്കെ കൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മുടെ മാർക്ക് ബ്രോ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചെന്തോ ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട് കേട്ടോ. സൈക്കിൾ ഓട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റ് ശരിയല്ല. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ ചന്തി പോകുന്നു കേട്ടോ. ബൈ 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 ബ്രോ. അയ്യോ നിന്ന് ചവിട്ടിയാ വീഴും കേട്ടോ. അയ്യോ ഇപ്പോഴേ വീണേല. ഇനി നടക്കാൻ കേട്ടോ, അതാണ് ബെറ്റർ. കാരണം അയ്യോ സൈക്കിൾ ഓട്ടാൻ പറ്റുന്നില്ല. എനിക്ക് ഗോപ്രോയും പിടിച്ച് ഇതും കൂടെ ആക്കി സൈക്കിൾ ഓട്ടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ബ്രോ ഫോം വിളിക്കുകയാണ്. ഫോം വിളിച്ചിട്ട് ചോദിക്കുക എത്ര കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ പേര് എൻ്റെ വായിൽ വരുന്നില്ല. ആച്ചാം കൊച്ചാരി എന്തോ ഉള്ളൊരു വാട്ടർഫാളാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർഫാളാണ്. പക്ഷേ
ചെളിവെള്ളം ഉള്ള ടൈമും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയറോ ചെളിയുള്ളോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ പോയിട്ട് ലെക്ക് നോക്കാം. നമ്മൾ നടന്നു പോകുമ്പോൾ താണ്ടെ ഫസ്റ്റ് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇവിടെ തടിയിൽ നിർമ്മിച്ച ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വെള്ളം കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴുകുന്നത്. ഇതിൻ്റെ സോഴ്സ് ആയിരിക്കണം. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറേ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് ഏകദേശം നടപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു വില്ലേജിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഇത് മാർക്കറ്റ് സമയത്ത് ഓരോ ആൾക്കാർക്ക് കച്ചവടം ചെയ്യുന്ന ചെറിയ ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, എല്ലായിടത്തെയും പോലെ മേഘാലയയിലെ യഥാർത്ഥ ഒരു സംഭവമാണ്. അവിടുത്തെ വൃത്തിയാണ് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. കണ്ടില്ലേ, മുളയിൽ ചാക്ക് കെട്ടി വെച്ചിട്ട് അവരുടെ വഴി ക്ലീനാക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ളത് കണ്ടോ. അതും ഒരു റൂറലായിട്ടുള്ള ഒരു വില്ലേജിലാണെന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൽ സിറ്റിയിൽ പോലും നേരെ ഡസ്റ്റ്ബിന്നില്ല. അപ്പോൾ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല. അത് കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് അടുത്ത സാക്കിൽ അവർ മുള വെച്ച് അങ്ങോട്ടൊക്കെ നിറയെ കാണാൻ കേട്ടോ. ഈ വില്ലേജിൽ ഫുള്ള് നമുക്കിത് കാണാൻ സാധിക്കും. മേഘാലയയിലെ ഒട്ടുമിക്ക വില്ലേജിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് മേഘാലയയിലാണ്. ഇപ്പോഴാണ് കേട്ടോ എൻ്റെ അടുത്ത് ബ്രോ പറയുന്നത് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ടെന്ന്. ഏറ്റവും 7 കിലോമീറ്റർ എപ്പോൾ എത്തുമെന്നോ. സമയം ദാണ്ട് 2:45 കേട്ടോ. അപ്പോൾ ഇനി 7 മണിക്ക് അവിടെ 7 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകണമെങ്കിൽ ഭയങ്കര പാടാണ്, നല്ല നേരം എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ് സമയം കിട്ടുമെന്ന് കേട്ടോ അവിടെ എത്താനായിട്ട്. ഇപ്പോഴാണ് പറയുന്നത്. ബ്രോ, വാട്ട്സ് എ വാട്ടർഫാൾ നെയിം? അച്ചക്ചിരി എന്നാണ് ആ വാട്ടർഫാളിൻ്റെ പേര്. ഇനി എപ്പോൾ എത്തുമെന്നോ. ഒരു വലിയൊരു മല കയറാനുണ്ട് കേട്ടോ. ഇനി ഇന്നെങ്കിലും എത്തുമെന്നോ അതോ ഇരുട്ടത്തായിരിക്കുമെന്നോ എത്തുന്നത് കേട്ടോ. ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ പോയി ഒന്ന് പെട്ടെന്ന് കുളിക്കാമെന്ന് പറഞ്ഞിരുന്നേണ്. അയ്യോ, തളർന്നു കേട്ടോ. കുറേ നേരമായിട്ട് നടക്കുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി കേട്ടോ. ഇതുവരെയ്ക്കായിട്ടും എത്തിയില്ല. അവർ അവിടെ നിന്ന് നടന്നു വരുവാണ് കേട്ടോ. ഞാൻ ഒരു ഇറക്കം കണ്ടപ്പോൾ അവൻ്റെ അത് സൈക്കിൾ വാങ്ങിച്ചിട്ട് വീണ്ടും ഞാൻ ആ ഇറക്കം ഫുള്ള് വന്നു കേട്ടോ. നടക്കാതെ വന്നു. ഇവിടെ ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കണം. ഹായ് നമ്മിങ്ങാമ. അവർ കാണുന്ന ആളുകളെല്ലാം ഇങ്ങോട്ട് ഗാരോയിൽ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഞാൻ പറയും ഗാരോ ജാനേ എന്ന് പറയും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും വേറെ ഇവിടെ ഉള്ള ആളാണല്ലോ കേട്ടോ. അപ്പോൾ പോവാം. അവർ തോണ്ടേ വന്നു. ഹായ്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ദുർഘടമായിട്ടുള്ള വഴികളാണ്. നമ്മൾ ഇപ്പോൾ ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ വില്ലേജ് ഏറ്റവും റൂറലായിട്ടുള്ള റൂട്ടിൽ കൂടെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ ട്രക്ക് വരുമെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഉള്ള എല്ലാം ചെറിയ വീടുകളാണ് കേട്ടോ ഈ വഴികളിൽ. ഇവിടെ ചേട്ടൻ എന്തൊക്കെയോ വെച്ച് പണിയെടുക്കുന്നുണ്ട്. ഇതും തള്ളിക്കൊണ്ടു പോകുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ 2-3 ഇറങ്ങാൻ വേണ്ടിയാണ് സൈക്കിൾ വാങ്ങിച്ചത് അവൻ്റെ നിന്ന്. ബ്രോ താങ്ക് യു. കണ്ടില്ലേ, ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, മറ്റേ ഈറയുടെ ആ ഒരു ഇത് വെച്ച് നിർമ്മിച്ച വീടുകളാണ്. പിന്നെ ബാക്കി കുറേ വീടുകളൊക്കെ ഷീറ്റ് ഇട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. എവിടെയൊക്കെ എത്തി എന്നുള്ളൊരു ഹോപ്പ് വന്നു. കാരണം എന്താണ്, ഡബിറ്റ് എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വെൽക്കംസ് ടു എന്നും പറഞ്ഞൊരു ബോർഡ് കണ്ടു. ഇനി ഇതുകൊണ്ട് ഉള്ളിലോട്ട് ഫുള്ള് വൃക്ഷങ്ങളായിട്ട് നിറഞ്ഞു കിടക്കുന്ന വഴികളാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയെങ്കിലും എത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ, പെട്ടെന്ന് ഇത്രയും നേരം അവിടെ നിന്ന് നടന്ന് ഈ ഒരു പച്ചപ്പിലോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം കേട്ടോ. ഭയങ്കര ഒരു തണുപ്പ് ഇവിടെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും മരങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്നതോട് ഉണ്ടാവാം കേട്ടോ. അയ്യോ, ഇവിടെ എൻ്റെ ഷൂസ് നനയുമെന്ന് തോന്നുന്നു. വേണ്ടില്ലേ, അയ്യോ. നമ്മൾ പുഴ കടക്കണം കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്നതാണ് പുഴ. തെളിനീർ വെള്ളം കേട്ടോ, അടിപൊളി വെള്ളം. ഇത് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ കേട്ടോ. I'm coming. കാല് വയ്ക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് കിട്ടും. എൻ്റെ അമ്മോ, ഐസാവുന്ന തണുപ്പ് കേട്ടോ. ഫുള്ള് പായൽ പിടിച്ച് കിടക്കുവാണ്. ഇനി ഞാൻ ഷൂസ് എന്തായാലും ഇടാൻ പോകുന്നില്ല. കാരണം ഇനി ഫുള്ള് അങ്ങോട്ട് മണ്ണാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഊരേണ്ടി വരും. അപ്പോൾ സൈക്കിളും കൊണ്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ചിക്കോ റിപ്പിംഗ് എന്തൊക്കെയോ ഇവരുടെ ഭാഷയിൽ, ഗാരോ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങോട്ട് തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അടിപൊളി. ഫൈനലി ഞങ്ങൾ വന്നു കേട്ടോ.
അധികം വെള്ളമില്ല, അധികം നീല കളർ ജലമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല, പക്ഷേ അതിമനോഹരം കേട്ടോ. എൻ്റെ അമ്മോ, ലെവല് കാണാൻ ഒരു പ്രൈവറ്റായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടില്ലേ. ഇതാണ് നമ്മുടെ വാട്ടർഫോള്. അടിപൊളി കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, പക്ഷേ നല്ല ക്ലിയറും ആഴമൊക്കെ വിചാരിച്ചു. ഇനി വേറൊരു വാട്ടർഫോളുകളുണ്ട് കണ്ടില്ലേ, മോളിൽ നിന്ന് വെള്ളം വരുവാണ്. അതുമാത്രമല്ല ഇരുട്ടിന് മുമ്പ് ഇവിടെ വരാൻ സാധിച്ചു, അത് തന്നെ അടിപൊളിയല്ലേ. How's the water? Nice, bro? It's good. Yeah, it's very nice. But this is not blue color. Yeah. Yeah. During the rainy season only. Oh, okay. Okay. അടിപൊളി കേട്ടോ, കണ്ടില്ലേ. ഓ, നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്, കാരണം വേറെ ഏതോ അടിപൊളി വാട്ടർഫാൾ മുകളിലോട്ടുണ്ടെന്ന് തോന്നുന്നു. വി ഹാവ് ടു ഹൈക്ക്, റൈറ്റ്? Yeah, we have to hike like around 1 kilometer, 2 kilometer like that. Oh, now from here. From here. ഓക്കെ, ഇനി 1-2 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ സമയം ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ എന്ത് ചെയ്യാം, പോയാലേ പറ്റുള്ളൂ. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇനി മുകളിലോട്ട് ഈ സാധനങ്ങൾ എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ, ഇതിലേക്കൂടെ ആയിരിക്കും. തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ പുഴ കടന്നിട്ട് വേണം തിരിച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ. അങ്ങോട്ടാണ് എന്ന് തോന്നുന്നു കേട്ടോ. അത് ഇതിനെക്കാട്ടി കൂടുതൽ മനോഹരമാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് ബ്രോ പറഞ്ഞത്. ആ ഒരു ഇതിലാണ് കേട്ടോ പോകുന്നത്. വീണ്ടും ഞങ്ങൾ ഒരു വെള്ളത്തിൽ വന്നു കേട്ടോ. വീണ്ടും നമ്മൾ റിവർ ക്രോസ് ചെയ്യുകയാണ്. നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇവിടെ ആളുകളൊക്കെ ഇവിടെ ഈ കാടുകളിലൊക്കെ വന്നിട്ട് മുള വെട്ടി കൊണ്ട് പോകാറുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ 2-3 പേരെ കണ്ടു. അങ്ങോട്ടൊക്കെ അടിപൊളി കേട്ടോ കാണാൻ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അതിമനോഹരം. നമ്മൾ ഈ ഒരു റിവറിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മുകളിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. ഏതോ ഒരു കാട്ടിലോട്ട് കയറുവാണ് കേട്ടോ. While you are walking this jungle, you should careful your eyes and ears. Why? Is it dangerous? It's dangerous because we are going for hiking into the jungle. ഓക്കെ. നമ്മൾ ഏതോ കാട്ടിൽ പോകുന്നതെന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് പുലിയും കടുവയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പറച്ചിൽ കേട്ടാ പുലിയൊന്നും എന്തായാലും ഇല്ല. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെരുപ്പ് ഷൂസ് കയ്യിൽ തന്നെ ഉണ്ട്. ഉള്ളിലോട്ട് വെട്ടമൊന്നും ഇല്ലല്ലോ. ഇതാണ്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ജംഗിളിൻ്റെ ഉള്ളിലോട്ടുള്ള വഴി. അവള് കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. അതാ കണ്ടില്ലേ, അയ്യോ അവിടെ വലിയൊരു കുഴിയുണ്ടല്ലോ. ഇവിടെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഈ വെള്ളമെല്ലാം തൊട്ടാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ കാല് ഫുള്ള് മരവിക്കുന്നു കേട്ടോ. നേരത്തെ തൊട്ടതിൻ്റെ ഇത് കാരണം എൻ്റെ കാല് ഇപ്പോഴും മഴവിക്കുവാണ് കേട്ടോ. നമ്മൾ പുഴയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്നതാണ് വഴി. നല്ലൊരു വൈബ് കേട്ടോ, ഭയങ്കര അടിപൊളി ഫീൽ കേട്ടോ ഇതിലേക്കിടെ നടക്കാനായിട്ട്. അമ്മോ ലെവൽ കേട്ടോ, അതിമനോഹരം എന്ന് പറയാൻ അതിൻ്റെ അപ്പുറം മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അടിപൊളി. നമ്മളിനി നമ്മുടെ വീണ്ടും തിരിച്ച് താണ്ടെ വഴിയിലൂടെ എത്തി. ഇവിടെ ഫുള്ള് കല്ലും മണ്ണുമാണ്. കാല് നല്ലപോലെ വേനൽക്കുന്നു. അവരിതുകൊണ്ട് അങ്ങ് എത്തി കേട്ടോ. ഞാൻ മാത്രമാണ് ലേറ്റായിട്ട് വരുന്നത്. ഉള്ളിലോട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കാരണം പോകുന്ന വഴിയെല്ലാം അടിപൊളി. ഈ ഒരു വെള്ളം, അതിൻ്റെ ആ ക്ലിയർനെസ് എല്ലാം അടിപൊളി കേട്ടോ. വാക്കുകളില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ഷൂസ് വെള്ളത്തിൽ വീണു കേട്ടോ. ലാല് ഇത്രയും നേരം എങ്ങനെയൊക്കെ കൊണ്ടുവന്ന എൻ്റെ ഷൂസ് വെള്ളത്തിൽ വീണു. മൈ ഷൂസ് ബിക്കേം വെറ്റ് ബ്രോ. അയ്യോ, നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു കേട്ടോ. ഒരു വിവരവും ഇല്ല. ഫുള്ള് കാടാണ്, കൂരാക്കൂരിയിട്ട് ഇരുട്ട്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ടോർച്ചൊന്നും എടുത്തില്ലായിരുന്നു, മൊബൈലിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. തിരിച്ച് ഇരുട്ടുന്നതിലും ഇറങ്ങണം കേട്ടോ. ദുർഘടമാണല്ലോ അങ്ങോട്ടുള്ള വഴികളെല്ലാം. അയ്യോ, തളർന്നു തുടങ്ങി കേട്ടോ. ഫുള്ള് കല്ലുമ്മലും ആണല്ലോ ഇവിടെ. കണ്ടില്ലേ, ഫുള്ള് വഴികൾ കണ്ടില്ലേ. ഇവിടെ ഫുള്ള് പാല് പിടിച്ച് കിടക്കുവാണ്. എൻ്റെ കാല് ചെറിയ ഇപ്പം കുറച്ച് പറകിൽ വീണായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബ്രോയും ഇപ്പോൾ ചെറിയ വീണയില്ല. ഫുള്ള് അങ്ങോട്ട് ഈ ചെറുമല് കേന്ദ്രമാണ്. ഞാൻ നമ്മൾ പെട്ടു എന്നാണ് കേട്ടോ ബ്രോ പറയുന്നത്. കാരണം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉള്ളിൽ കാണുന്നതാണ് വാട്ടർഫാളിൻ്റെ ഏരിയ. പക്ഷേ അവിടെ നിന്ന് വെള്ളമൊന്നും വീഴുന്നില്ല, വെള്ളച്ചാട്ടം ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലതല്ലേ, അവിടെ വരെ പോയി നോക്കാതെ ഞാൻ പറഞ്ഞു. എന്തായാലും പോയി നോക്കട്ടെ എന്താണെന്ന്. കണ്ടില്ല, ഇവിടുത്തെ ഉള്ള അവസ്ഥ ഇതാണ്. ഫുള്ള് നമ്മൾ ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് കേട്ടോ വന്നത്. യാ വിൽ ഗോ എനിവേ
സോ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കയറി അങ്ങ് പോകാം. ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ വെള്ളച്ചാട്ടം ഇല്ല കേട്ടോ. സാധാരണ അവിടെ നിന്ന് വെള്ളം ചാടാറുണ്ട്, ആ കാണുന്ന നടുക്കത്തെ ഭാഗത്തുനിന്ന് വെള്ളം ചാടാറുണ്ട്. പക്ഷേ ഇന്നെന്തോ വെള്ളമില്ല. അടിപൊളി കേട്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു പോണ്ട് പോലെ ഇരിക്കുന്നു. അടിപൊളി കേട്ടോ. അവിടെ കണ്ടില്ലേ, അവിടെ ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ വന്ന് അതുകൊണ്ടാണ് വെള്ളച്ചാട്ടം നിന്നു പോയത് കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല തെളിനീർ വെള്ളം, ലെവൽ വെള്ളം. ഇറ്റ്സ് നൈസ് ബ്രോ, നൈസ് പ്ലേസ്. താങ്ക് യു സോ മച്ച്. നൈസ് പ്ലേസ് മാൻ. ഇവിടെ കുറേ പേര് അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. സോ ഞാനിതാണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രോ ഇതാണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ. നല്ല തണുപ്പ് കേട്ടോ. ബ്രോ ഇറ്റ്സ് വെരി ഗുഡ്. തണുത്ത് മരവിക്കുന്നു. നല്ല ആഴമുണ്ട് കേട്ടോ, താഴോട്ട് നല്ല ആഴമുണ്ട്, വിചാരിക്കുന്നതല്ല, നല്ല ആഴമുണ്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നാട്ടെ കരയ്ക്ക് കയറി. എനിക്കെന്തോ കേട്ടോ, ആ വെള്ളമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭയം. എനിക്കിങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ഇങ്ങനെ, പിന്നെ ഒട്ടും വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കാണുമ്പോഴും വൃത്തിയുള്ള വെള്ളം കാണുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് അറിയണ്ടോ, സ്വിമ്മിംഗ് പൂള് മാത്രം എനിക്കൊരു പേടിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള ജലാശയങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോയില്ല. ബ്രോ അങ്ങോട്ടൊക്കെ പോയി, അതിൻ്റെ ക്ലിപ്പുകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അയ്യോ അടിപൊളി കേട്ടോ, നല്ല തണുക്കുന്നു ഇവിടുന്ന്, നല്ല തണുക്കുന്നു കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ചാടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചാടാൻ വേണ്ടിയാണ് ജാക്കറ്റൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ ജാക്കറ്റൊന്നും ഉപയോഗിക്കാനുള്ള ഒരു മൂടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ അല്ലേ. ഓ ഫൈനലി ഞങ്ങൾ താണ്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ബൈ ബൈ. യെസ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇരുട്ടാവും, ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും. കാരണം ഒന്നാമത് ജംഗിളും കൂടിയാണ്. ഓൾറെഡി ഇവിടെ നേരത്തെയാണ് ഇരുട്ടും ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പോകണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ജംഗിൾ പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അയ്യോ നല്ല തണുപ്പ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ റിവർ കണ്ടില്ലേ, നമ്മൾ ആ കാട് ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. മുഴുവൻ കാട് ക്രോസ് ചെയ്തിട്ടില്ല. അയ്യോ ഇപ്പോൾ ഇളയില്ല. ഷൂസൊക്കെ തന്നെ ഇട്ടു. നമ്മൾ ഇരുട്ടും മുമ്പേ അവസാനം ഇവിടെ വരെ എത്തി. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കാട് കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് നമ്മളെത്തും. അതുകൊണ്ട് പിന്നീട് പേടിക്കണ്ട. വരുന്ന വഴി അവർ വേറൊരു ബിയർ കേവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ കരടിയുള്ള കേവ് അങ്ങോട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പോകാമായിരുന്നു. രാവിലെ പോയാൽ മാത്രമേ നമുക്ക് ഈവനിങ് വരാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുവാണ്. സോ ഇനിയിപ്പോൾ അതാണ്ട് നടന്ന് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. അതിന് മുമ്പ് നമ്മൾ ബ്രിഡ്ജിലോട്ടോ എങ്ങോട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബ്രോ ബൈ ബൈ.